Hello friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നഴ്സസ് എക്സ്പീരിയൻസ് ഗ്യാപ്പ് പ്രോബ്ലം ഇൻ അയർലൻഡ് ആണ്. ഞാനൊരു 9 to 10 months മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അയർലൻഡിൽ നഴ്സസിന് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോലി കിട്ടുമോ, എത്ര വർഷം എക്സ്പീരിയൻസ് വേണം, ഗ്യാപ്പ് ഒരു പ്രശ്നമാണോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ. ആ വീഡിയോയ്ക്ക് ശേഷം ഒത്തിരി ഡൗട്ട്സ് വന്നായിരുന്നു കമൻ്റായിട്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. അതിനുശേഷം ഒത്തിരി നാൾക്ക് ശേഷം റീസെൻ്റായിട്ട് എനിക്കൊരു കമൻറ്റ് വന്നു. ഹലോ സിസ്റ്റർ, വൺ ഡൗട്ട് ഫോർ മീ, പ്ലീസ് റിപ്ലൈ മീ, ഈസ് ഗ്യാപ്പ് എ പ്രോബ്ലം? ഹൗ ലോങ് വി ക്യാൻ ഷോ ഗ്യാപ്പ്? അപ്പോൾ ഞാനിതിന് റിപ്ലൈ കൊടുത്തപ്പോൾ വീണ്ടും കുറേ ഡൗട്ട്സ് എന്നോട് ചോദിച്ചു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തു, ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ്സ് എല്ലാം വെച്ചുകൊണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക. അതിനുശേഷം വീണ്ടും കുറേ കമൻസ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റിൽ നിങ്ങൾക്ക് പല ഡൗട്ട്സും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കമൻസ് തന്നെ ഒരു എക്സാമ്പിളാക്കി കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെയുള്ള നിങ്ങളുടെ ഡൗട്ട്സൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സെലക്റ്റഡ് കമൻസ് ഞാനിവിടെ കാണിച്ചു തരാം, അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. I have 14 years experience and then I done post graduation and 2 years teaching experience. After that, currently OT preparation. Would I go for still working? Please advise. സോ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. 14 years എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ അങ്ങോട്ട് വന്നിട്ടുള്ളതെല്ലാം ഗ്യാപ്പുകളാണ്. അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തെങ്കിലും 2 years ടീച്ചിങ് എക്സ്പീരിയൻസ് ചെയ്തെങ്കിലും OT പ്രിപ്പറേഷൻ ചെയ്തെങ്കിലും ഇതെല്ലാം ഗ്യാപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാം നിങ്ങളുടെ പ്രോസസ്സിങ്ങിന് ഇന്ന കാരണത്താലാണ് ഗ്യാപ്പുകൾ ഉണ്ടായത്. പക്ഷേ കമ്പൽസറി ആയിട്ട് സ്റ്റിൽ വർക്കിംഗ് എടുക്കേണ്ട ഒരു വ്യക്തിയാണിത്. ചിലപ്പോൾ നഴ്സിംഗ് ഹോംസ് ഒക്കെ ട്രൈ ചെയ്താൽ കിട്ടിയേക്കാം, എന്നാലും ചാൻസസ് കുറവാണ്. സ്റ്റിൽ വർക്കിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായും നഴ്സിംഗ് ഹോംസും ഹോസ്പിറ്റൽസൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കമൻറ്റ്, ഐ ഹാവ് 6 years എക്സ്പീരിയൻസ് ഇൻ A&E in India but have 1 year gap after that, then still working in same department for 4 years in overseas. I approached all agency, no reply. Is it because of gap? I don't think it's because of gap. ഒരു ഇടയ്ക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നല്ല വേക്കൻസീസ് ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പം OTയും അതേപോലെ തന്നെ ICU, കാർഡിയാക്, കാത്ത് ലാബൊക്കെ ആണ് ഇപ്പോൾ വേക്കൻസീസ് നിൽക്കുന്നത്. ഡിമാൻഡ്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. സോ ട്രൈ ചെയ്ത് നോക്കുക, ഇനിയും വരാം വേക്കൻസീസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹായ്, ഐ ഹാവ് ടോട്ടൽ 9 years എക്സ്പീരിയൻസ്, 4 years in ICU, JCI and NABH accredited hospitals of bed capacity 500 and 250. Now I am working in Saudi with 50 bedded capacity, CBAHI accredited hospital and still working. ഇൻ്റർവ്യൂസ് കിട്ടാൻ ചാൻസ് കുറവാണോ? സോ ആദ്യത്തെ എക്സ്പീരിയൻസ് എല്ലാം നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ സൗദിയിൽ വർക്ക് ചെയ്യുന്നത് ഒരു പ്ലസ് പോയിൻ്റ് ആണ്. എന്നാലും 50 ബെഡഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറവാണ്. സോ HSCയിൽ അത് കാരണം കിട്ടണമെന്നില്ല. അതുകൊണ്ട് നഴ്സിംഗ് ഹോംസ് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു 2 year കഴിയുമ്പോഴത്തേക്ക് HSCയിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് 1 year OT എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ OET പഠിക്കാനായി റിസൈൻ വെച്ചു. ഇപ്പം OET പാസ്സായി. അപ്പോൾ ഇനി സ്റ്റിൽ വർക്കിംഗ് മെഡിക്കൽ സർജിക്കൽ കയറണോ അതോ OT തന്നെ കണ്ടിന്യൂ ആക്കിയാൽ മതിയോ? നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും മെഡിക്കൽ സർജിക്കൽ എന്ന് പറഞ്ഞേനെ. ഇപ്പോൾ മെഡിക്കൽ സർജിക്കലിനെക്കാട്ടിലും കൂടുതൽ വേക്കൻസീസ് വരുന്നത് OT ആണ്. പക്ഷേ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. സോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ OT കണ്ടിന്യൂ ചെയ്യുന്നതിൽ തെറ്റില്ല. എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹായ് ചേച്ചി, എനിക്ക് 3 year ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എക്സ്പീരിയൻസ് നാട്ടിലുണ്ട്. 8 year ദന്തൽ ക്ലിനിക്കൽ കുവൈറ്റ് എക്സ്പീരിയൻസ്. ഇപ്പോൾ 1 year ഗ്യാപ്പായി. അയർലൻഡ് സ്കോർ കിട്ടിയിട്ടുണ്ട്. NMBA രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണോ അതോ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എടുത്തിട്ട് പ്രോസസ്സിങ് തുടങ്ങണോ? പ്ലീസ് റിപ്ലൈ. അപ്പോൾ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എടുത്തിട്ട് പ്രോസസ്സിങ് തുടങ്ങാൻ നിൽക്കുന്നത് മണ്ടത്തരം. അപ്പോഴത്തേക്ക് നല്ല ഡിലേ ആകും. ഈ OETയുടെ വാലിഡിറ്റി ഒക്കെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ സ്റ്റിൽ വർക്കിങ്ങിന് കയറണം. അതോടൊപ്പം തന്നെ ഒരു സൈഡിലൂടെ പ്രോസസ്സിങ്ങും സ്റ്റാർട്ട് ചെയ്തേക്കണം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ കമൻസിന് റിപ്ലൈ ആയിട്ട് തന്നിരിക്കുന്നത്. അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റിലൂടെ അറിയിക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.